വരുമാനം എത്തിച്ചുകൊണ്ട് ഈ നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ബിസിനസ് ആണെന്നും ഉണ്ടായെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഈ പ്രോഗ്രാമിൽ കേട്ടിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും. എന്നാൽ ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വരുമാനത്തെ കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആ ഒരു സ്ലൈഡ് കൂടി വളരെ ഫാസ്റ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് പോവുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്കൊരു വരുമാനം, ഒരു എക്സ്ട്രാ ഒരു വരുമാനം നിങ്ങളുടെ ജോലിയോടൊപ്പം നിങ്ങളുടെ ബിസിനസിനോടൊപ്പം ഈ നല്ല പ്രൊഡക്റ്റ്, അമേസിംഗ് ആയിട്ടുള്ള ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് മറ്റുള്ളവനും ഒന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ നമുക്ക് ഇതിൽ നിന്നും അനന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്താണ് അനന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഒന്ന്, നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എത്രയാണ്? ഒരു 9,800 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, ഒരു സിംഗിൾ പ്രോഡക്റ്റ്. നമ്മൾ കൈ കെട്ടുന്നതിനുള്ള ബാൻഡ്, നമ്മളുടെ തലയിൽ കെട്ടുന്നതിനുള്ള ബാൻഡ്, വാട്ടർ എനർജി പാഡ്, അതുപോലെ തന്നെ പില്ലോ പാഡ്, അതുപോലെ തന്നെ ബെഡ്. ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മേടിക്കുന്നത് ഒരു 16,500ന്റെ ഫാമിലി പാക്ക് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മളുടെ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ ഭർത്താവിനോ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു ഫാമിലി പ്രോഡക്റ്റ് മേടിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡഡ് ആയിട്ടുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രീമിയം പ്രോഡക്റ്റ് കമ്പനിയിലുണ്ട്. 10,700ന്റെ പ്രോഡക്റ്റ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ കൈപ്പറ്റി നമ്മൾ മേടിച്ചു. എന്താണ്? നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസിന് വേണ്ടിയിട്ടുള്ള, മ്യൂട്ട് ചെയ്യണേ, ഈ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫയിങ് ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ ബിസിനസിനും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിസിനസിനും ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഏതൊരു ജോലിക്കും അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ ഇത്രയുള്ളൂ. നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയും അത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ വരുമാനം, അനന്തമായിട്ടുള്ള 7 ലെവലിലുള്ള വരുമാനം ലഭിക്കുമെന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ചു. നമ്മൾ ഒരു 50 PVയുടെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ മേടിച്ചത്. ഒരു 9,800 രൂപ നമ്മുടെ ജീവിതത്തിൽ സുഖത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റിവെച്ചു, നമ്മൾ മേടിച്ചു. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അയൽവക്കക്കാർക്കോ ഇതൊന്ന് കൊടുത്തു, റെക്കമെൻഡ് ചെയ്തു. നമ്മൾ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് എടുത്തതെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഒരു സിംഗിൾ പ്രോഡക്റ്റ് എടുത്തു. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബന്ധു, അദ്ദേഹത്തിന് ഒരു ഫാമിലി പ്രോഡക്റ്റ് ആവശ്യമുണ്ട്, അദ്ദേഹം ഒരു 100 PVയുടെ പ്രോഡക്റ്റ്, ഫാമിലി പ്രോഡക്റ്റ് എടുത്തു. ഇങ്ങനെ രണ്ട് കച്ചവടം എന്നതിന് ഉദ്ദേശിച്ചോ, നിങ്ങൾ രണ്ടുപേർക്ക് പ്രോഡക്റ്റ് കൊടുത്തു, പക്ഷെ കമ്പനിയിൽ അതൊരു കച്ചവടമാണ്. രണ്ട് കച്ചവടം അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ പരിപൂർണമായി. നിങ്ങൾ വഴി, നിങ്ങൾ റെക്കമെൻഡ് ചെയ്തു, നിങ്ങൾ രണ്ട് വ്യക്തികളെ സ്പോൺസർ ചെയ്തു എന്നുള്ളതാണ്. ആ സ്പോൺസർ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നു. അതിനൊരു 500 രൂപ കമ്പനി നമുക്ക് പ്രതിഫലമായിട്ട് തരുന്നു എന്നുള്ളതാണ്. ഈ ഒരു 500 രൂപ മേടിച്ചുകൊണ്ട് ഇതിന്റെ ക്രൈറ്റീരിയ ഫില്ലാക്കി കഴിഞ്ഞാലുള്ള ഗുണം 7 ടൈപ്പുള്ള ഇൻകം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. 7 ടൈപ്പ് പ്രധാനപ്പെട്ട, സമയത്തിന്റെ കുറവ് മൂലം പ്രധാനപ്പെട്ട 2 ഇൻകം മെത്തേഡ് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്യണം, ഹോസ്റ്റുകളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഒരു പേ ഔട്ട് സംവിധാനം, ഞാൻ ഇതിൽ അട്രാക്ട് ആയത്, നമുക്കിവിടെ ഇതിന്റെ ഒരു പേ ഔട്ട് സർക്കിൾ എന്ന് പറയുന്നത് ഒരു ദിവസം 2 പ്രാവശ്യം വരുമാനം മേടിക്കാനുള്ള അവസരമുണ്ട്. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള പ്രവർത്തനത്തിന് ഒരു വരുമാനവും, വൈകിട്ട് 5 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള പ്രവർത്തനത്തിന് രണ്ടാമതൊരു വരുമാനം. അല്ലെ, ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ആ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും പ്രവർത്തിക്കേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ ഒരു ദിവസം തന്നെ 2 പേ ഔട്ട് കിട്ടുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. അതെങ്ങനെയാണ്, എത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു PV ഈസിക്കൽ ടു ഒരു PV ഈസിക്കൽ ടു 10 റുപ്പീസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ലൈഡ്. ഒന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബിസിനസ് ആരംഭിച്ചു, നമ്മളുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 PVയുടെ സെയിൽസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫാമിലി പാക്ക് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുത്തു. ഒരു ഒരു 100 PVയുടെ സെയിലായി. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് ഒരു 100 PVയുടെ സെയില് കൊടുത്തു. ഈ 100 PVയും തമ്മിൽ മാച്ച് ചെയ്യും. ഒരു PV ഈസിക്കൽ ടു 10 റുപ്പീസ് ആണ്, 1000 രൂപയാണ് പെയർ ബോണസ് എന്ന് പറയുന്ന ഫസ്റ്റ് വരുമാനം എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ലൈഡിൽ ആദ്യം സൂചിപ്പിച്ചതാണ്. ഓക്കെ, സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയുന്ന, മൂന്നാമത് കിടക്കുന്ന സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയുന്ന വരുമാനമാണ് ഞാനിവിടെ പറയുന്നത്. 100 PV സെയിലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ലഭിക്കുന്ന വരുമാനം ഒരു PV ഈസിക്കൽ ടു 10 റുപ്പീസ് ആണെങ്കിൽ 1000 രൂപയാണ് വരുമാനം.
എന്നാൽ ഞാൻ പറഞ്ഞു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് കോടീശ്വരന്മാർ, 500-ലധികം കോടീശ്വരന്മാരെ കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു മെത്തേഡുകളല്ല, അതിന്റെ ഒരു രണ്ടാമതൊരു വിഭാഗമാണ്. അതാണ് ഈ സ്ലൈഡ്, സൂപ്പർ ഫാമിലി ബോണസ്. ഞാൻ 2 സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഒരു 100 PVയുടെ സെയില് ഇന്ന് രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണിക്കുള്ളിൽ നിങ്ങൾ ക്ലോസ് ചെയ്ത് കമ്പനിയിലേക്ക് അതിന്റെ പേയ്മെന്റ് അടച്ചു, കസ്റ്റമറുടെ ഡീറ്റെയിൽ മേടിച്ച് അത് സബ്മിറ്റ് ചെയ്തു. വീണ്ടും ഒരു 100 PVയുടെ സെയിൽ കൂടി നിങ്ങൾക്ക് കിട്ടി, ആ സൈക്കിളിൽ തന്നെ 100 PVയുടെ സെയിൽ കിട്ടി, അതും നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന കമ്മീഷൻ 1000 രൂപയാണെങ്കിൽ സൂപ്പർ ഫാമിലി ബോണസ് എന്നുള്ള രീതിയിൽ 6750 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നതാണ്. ടോട്ടൽ നമ്മുടെ അന്നത്തെ ഒരു സൈക്കിളിലെ വരുമാനം 7750 രൂപയായിരിക്കും നമ്മളുടെ ഒരു സൈക്കിളിലെ വരുമാനം എന്ന് പറയുന്നത്. ഇത് ആദ്യം മാച്ച് ചെയ്യുന്ന 100 PV 100 PVയുടെ വരുമാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് സൂപ്പർ അവയർനെസ് ബോണസ്? ഒരു PV = 10 റുപ്പീസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 1000 PVയുടെ ബിസിനസ് നിങ്ങളുടെ 2 ഓർഗനൈസേഷനിലായിട്ട്, ഒരു ഓർഗനൈസേഷനിൽ 1000 PV ബിസിനസ് ഇന്ന് വന്നു, നാളുകളിലോ മറ്റന്നാളുകളിലോ ആഴ്ചകളിലോ മാസങ്ങൾക്കോ ശേഷം അപ്പുറത്തെ ഓർഗനൈസേഷനിലും ഒരു 1000 PV കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ 1000 PV മാച്ചിങ്ങിനായിട്ടുള്ള 10000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു സൈക്കിളിൽ 1000 PV ഒരു ടീമിലും 1000 PV മറ്റേ ടീമിലും, അതായത് ജീനിയസ് ടീം വിന്നേഴ്സ് ടീം എന്നാണ് പറയുന്നത്, 2 ടീമിലും കൂടെ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ അവയർനെസ് ബോണസിൽ നമുക്ക് കിട്ടാൻ പാകുന്ന മാക്സിമം വരുമാനം എന്ന് പറയുന്നത് 10000 രൂപയാണ് എന്നുള്ളതാണ്. ആ 10000 രൂപയിൽ തന്നെ ഒരു 100 PVനെ മാച്ച് ചെയ്ത് 6750 രൂപ കൂടി അഡീഷണൽ ആയിട്ട് കിട്ടുന്നു. അപ്പൊ ടോട്ടൽ ലഭിക്കുന്ന വരുമാനം 16750 രൂപ. അങ്ങനെയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 2 കട്ട് ഓഫ് ആണ്, 2 സൈക്കിളാണ്. അങ്ങനെയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, പെർ ഡേ 33500 രൂപ ഒരു സിംഗിൾ ID, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത കുടുംബത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ഒരാൾക്ക് കിട്ടാവുന്ന പരമാവധി വരുമാനം എന്ന് പറയുന്നത് 33500 രൂപ സൂപ്പർ അവയർനെസ് ബോണസും സൂപ്പർ ഫാമിലി ബോണസിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്ലൈഡിംഗ് കൂടെ ഒന്ന് പറയുകയാണ്, ഒരു പെയർ എന്ന് പറയുന്നത് 100 PV മാച്ചിങ് ആയിട്ടുള്ള ഒരു പെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കട്ട് ഓഫിൽ 7750 രൂപ. ഇവിടെ ഒരു കണക്കിട്ടുണ്ട്, 1291 പെയർ 100 PVയുടെ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് മാച്ചിങ് പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത്, മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനം. 646 പേരാണ് നമ്മൾ മാച്ച് ചെയ്തെങ്കിൽ 50 ലക്ഷം രൂപ. 323 പേരാണ് നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോടീശ്വരന്മാർ, 500-ലധികം വ്യക്തികൾ കോടീശ്വരന്മാരായിരിക്കുന്നത് ഈ ഒരു മാജിക് ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ തന്നെ നിരവധി കോടീശ്വരന്മാർ, എല്ലാവരുടെയും ഇട്ടിട്ടുള്ള റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള കോടീശ്വരന്മാരുടെ ലിസ്റ്റ് മാത്രമാണ് കേരളത്തിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള മനോജ് സാർ. 10 മാസം കൊണ്ടാണ് 1 കോടി രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കയറ്റിയെന്നുള്ളതാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞൊരു 3 വർഷത്തെ അദ്ദേഹത്തിന്റെ ജേർണിയിൽ ഏതാണ്ട് 3 കോടിയുടെ അടുത്ത് ഉള്ള ഒരു വരുമാനത്തിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഇൻകം പ്ലാൻ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബയോമാഗ്നറ്റിക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാത്രമല്ല ഉള്ളത്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, മോർ പവർ എന്ന് പറയുന്ന എക്സലന്റ് റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അൾട്രാബെറി എന്ന് പറയുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ വാട്ടർ മെഷീൻ ഉണ്ട്, മാഗ്നറ്റോ വാട്ടർ മെഷീൻ ഉണ്ട്, ആൽക്കലൈൻ വാട്ടർ മെഷീൻ ആണ്, ഇലക്ട്രിക് ബൈക്കുകളുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ രംഗത്ത് സൈബർമാൻ എന്ന് പറയുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ സെക്യൂരിറ്റി, നമ്മുടെ ഡിവൈസുകളെ സേഫ് ആക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് സൈബർമാൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ, നമുക്ക് ഷൂസ് മുതൽ നമ്മളുടെ ഡ്രസ്സ് മുതൽ എന്ത് സാധനം, ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം നമ്മളുടെ കമ്പനിയിലൂടെ പർച്ചേസ് ചെയ്ത് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ള വരുമാനം ഉണ്ടാക്കാവുന്ന ഒരുപാട് മാർഗങ്ങളൊന്നും 25 ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സ്, വെറുതെ ഒരു വ്യക്തിക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് എന്നുള്ളതല്ല, ഹാപ്പി ആയിട്ടുള്ള 25 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മളുടെ കമ്പനി എന്നുള്ളത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, മഹാരാഷ്ട്ര ഗവർണർ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ഇയർ. മനസ്സിലാക്കുക, ട്രസ്റ്റഡ് ബ്രാൻഡ്. നമുക്ക് 101% വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനിയുടെ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ഇയർ. ഇത് ലഭിക്കുന്ന ഡിസംബർ മാസം 29, 2023 ഓണറബിൾ ഗവർണർ ഓഫ് മഹാരാഷ്ട്ര ശ്രീ രമേശ് ബൈസ് എന്ന് പറയുന്ന
വ്യക്തിയുടെ നിന്നും കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡുകളാണെന്നുള്ളതാണ്. ഞാൻ ഈ സ്ലൈഡ് അവസാനിപ്പിക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, സമയം കുറച്ച് കൂടുതൽ എടുത്തു എന്ന് എനിക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ലീഡർ പറഞ്ഞതാണ് എനിക്കിവിടെ പറയാനുള്ളത്. വർഷങ്ങളായിട്ട് രോഗാവസ്ഥയിലായിരുന്ന ആളുകൾക്കാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ പ്രോഡക്റ്റ് കഴിഞ്ഞ 1 വർഷമായിട്ടും 2 വർഷമായിട്ടും 3 വർഷമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന ആളുകൾ അവരുപയോഗിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെയോ രോഗങ്ങൾ വന്നേനെ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി, കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ എത്രയൊക്കെയോ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറേണ്ടതായിരുന്നു, എപ്പോഴൊക്കെയോ ബെഡിൽ കിടക്കേണ്ടതായിരുന്നു, എപ്പോഴൊക്കെയോ കുഴഞ്ഞു വീണ് മരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇതൊരു പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളതാണ്. ഈ ഒരു പ്രൊട്ടക്ഷൻ അനുഭവിച്ചുകൊണ്ട് ഇത് മാക്സിമം നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട്, മാക്സിമം നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും നമ്മുടെ അയൽവക്കക്കാർക്കും എത്തിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം ഇതിൽ നിന്നും നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിനെല്ലാവരും തയ്യാറാവുക എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം എടുക്കാൻ അനുവാദം തന്ന ലീഡേഴ്സിനും അതുപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ യുവാക്കൾ ശ്രവിക്കാൻ ഇത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളുള്ള നന്ദി പറഞ്ഞുകൊണ്ട് വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.